മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ ഇ.ഡി. തയ്യാറെടുക്കുന്നുവെന്ന വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ അറിയുന്നു. CMRLലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകും. ഫിനാൻസ് വിഭാഗത്തിലെയും IT വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. വിനീത വിജി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇ.ഡിയുടെ പുതിയ നീക്കം? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ.ഡി. അന്വേഷണത്തിൻ്റെ വേഗം കൂടിയോ? എന്താണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികളിലേക്ക് ഈ അന്വേഷണവുമൊക്കെയായി ബന്ധപ്പെട്ട അതിവേഗം ഇ.ഡി. മുന്നോട്ട് പോകുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്കും കാണാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കേസുകളാണ് ഇപ്പോൾ ഇ.ഡിയുടെ അന്വേഷണ പരിധിയിലുള്ളതിൽ. ഒന്ന് കരുവന്നൂർ കേസും മറ്റൊന്ന് മാസപ്പടി കേസുമാണ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ ഈ മാസപ്പടി കേസിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ചില കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് ഉൾപ്പെടെ ഈ അന്വേഷണം ഇ.ഡിയുടെ അന്വേഷണം നീങ്ങുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയും IT വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഇ.ഡി. വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ ഉന്നതരിലേക്കും ഒപ്പം തന്നെ കൂടുതൽ CMRLന്റെ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്കും ഇ.ഡിയുടെ അന്വേഷണം നീങ്ങുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ആദ്യഘട്ടത്തിൽ 3 ഉദ്യോഗസ്ഥരെ 24 മണിക്കൂറോളമാണ് ഇ.ഡി. ചോദ്യം ചെയ്തത്. അതിന് പിന്നാലെ ഇന്നലെയും വീണ്ടും ഒരു മുൻ ക്യാഷ്യറാണ് വസുദേവൻ, ഒപ്പം തന്നെ ചീഫ് ജനറൽ മാനേജർ സുരേഷ് കുമാർ എന്നിങ്ങനെ 2 പേരെ കൂടി ഇ.ഡി. ഉച്ചയോടുകൂടി വിളിച്ചു വരുത്തിയിരുന്നു. ഇവരെയും ചോദ്യം ചെയ്തു. ഏതാണ്ട് രാത്രിയോടുകൂടിയാണ് ഇവരുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായതെന്നാണ് ഇ.ഡി. വൃത്തങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് സമൻസ് നൽകാനും അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുമാണ് ഇനി ഇ.ഡിയുടെ ഒരു നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകൾ ഈ കരാർ രേഖകൾ, ഒപ്പം ഈ എക്സാലോജിക്കും CMRLും തമ്മിലുള്ള വ്യവസ്ഥ സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകളൊക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥർ ഇ.ഡിക്ക് നൽകിയിട്ടുണ്ട്. ഈ രേഖകളൊക്കെ വളരെ വിശദമായി ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് എത്തിയിരിക്കുന്ന സ്പെഷ്യൽ ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഈ CMRLന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എസ് കെ, താങ്ക് യു വിനീത വിജി.